കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എസ്തെറ്റിക് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരു മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആൾക്കാരുടെ കൂട്ടായ്മ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ പറ്റണം. ഈ പ്രൊസീജിയർ ചെയ്ത ആൾക്കാർ പബ്ലിക് ഫേസിൽ വന്നുകൊണ്ട് ഞങ്ങളാണ് പ്രൊസീജിയർ ചെയ്ത ആൾക്കാർ, ഞങ്ങൾക്ക് ഇന്ന ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയാൻ അല്ലേ. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർക്കെങ്കിലും. ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് വരുന്നതൊന്നും മോഡേൺ മെഡിസിൻ്റെ സാധനങ്ങളിൽ കൂടി അല്ല വരുന്നതെന്ന് ആലോചിച്ചു. ചിയാ സീഡ് കഴിച്ചിട്ട് ഞാൻ പണ്ട് 150 കിലോ ഉള്ള ഞാനിപ്പോൾ 12 കിലോ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന സാധനം കഴിക്കുന്നത്. ഒരു വലിയ ഫോട്ടോ ഉണ്ടാകും, തടിച്ച ഫോട്ടോ, അതും AI ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ചിയാ സീഡ് കഴിച്ചതിന് ശേഷമുള്ള മാറ്റം 12 കിലോ ഇപ്പോൾ ഉള്ളൂ. അഡ്മിറ്റാണ് ആസ്പത്രിയിൽ, കാരണം കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ട് ശക്തമായിട്ട്. ഇത് എന്താ ചെയ്യുന്നത്? കൃത്യമായ മനസ്സിലാക്കൽ ആവശ്യമുണ്ട്, കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കാര്യം ഞാൻ കൂടി പറയാം. ഈ അസ്തെറ്റിക് ക്ലിനിക്കിലേക്ക് ആർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്കിത് പഠിച്ചതിന് ശേഷം ബാക്കി തീരുമാനിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ വരട്ടെ. സാമ്പത്തികമൊന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. സാഹചര്യം ഒരുക്കിയതിന് ശേഷം പ്രൊസീജിയർ ചെയ്യുന്നത് എന്തായാലും ഒബിയസ്ലി കോസ്റ്റ് ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള സാഹചര്യത്തിന് ഒരു തടസ്സം ആയിട്ട് സാമ്പത്തികം നിൽക്കരുത്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് വന്ന് കണ്ട് സംസാരിച്ച് ഇത്രയും ഡോക്ടർമാരോടൊക്കെ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. അങ്ങനെ അവസരം ഉണ്ടാക്കുന്ന കണ്ണൂരിലെ അല്ലെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്നത് ശരിയല്ല, ഈ അസ്തെറ്റിക് ക്ലിനിക് ഒന്നും കണ്ണൂരിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ഇത് പൊതുവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ DBS സർജറി അടുത്ത വർഷം CBS സർജറിക്ക് പേഷ്യൻ്റ് വന്നിരിക്കുന്നതൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ്. കണ്ണൂരിലുള്ള ആൾക്കാരെ അല്ല DBS പ്രൊസീജിയറിന് വന്നിരിക്കുന്ന പേഷ്യൻസ് എല്ലാം ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. പലതും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് ആ പ്രൊസീജിയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. DBS എന്നുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയുന്നത്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന ആ കാര്യത്തെ പറ്റിയിട്ട്. അങ്ങനെ ഒരു അസ്തെറ്റിക് ക്ലിനിക്കായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തല മുതൽ കാലടി വരെ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള സമഗ്ര പരിഹാരങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതാണ് ക്ലിനിക്കിന്റെ പ്രത്യേകത. പ്ലാസ്റ്റിക്, എസ്തെറ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി, ഡെന്റൽ, ഡയറ്റിക്സ് എന്നീ വിഭാഗങ്ങളുടെ സംയുക്ത സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. സൗന്ദര്യവും ആരോഗ്യവും ഒരുപോലെ ചികിത്സിക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം. എസ്തെറ്റിക് ക്ലിനിക് സമൂഹത്തിന് വിശ്വാസയോഗ്യമായ സമഗ്രമായ സൗന്ദര്യ പരിചരണ കേന്ദ്രമാകുമെന്നും ആധുനിക സാങ്കേതിക വിദ്യകളും പരിചയസമ്പന്നരായ വിദഗ്ധരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ക്ലിനിക്ക് സൗന്ദര്യ പരിചരണ രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുമെന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരു മുണ്ടയാടൻ പറഞ്ഞു. മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ.കെ, പ്ലാസ്റ്റിക്, എസ്തെറ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം ചീഫ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണകുമാർ KS, സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് C. ഗുഡിമണി, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രേംജിത്ത് R, ഡെന്റൽ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിശിര PS, ഡയറ്റിക്സ് വിഭാഗം പ്രവിത എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.